ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ട് ഒരു ലഞ്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ലഞ്ചിന് വേണ്ട ഒരു നല്ല സ്വാദുള്ള ഒരു മെഴുക്ക് വരട്ടിയൊക്കെയാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ആ കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ കൊടുക്കണം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റിന് കിട്ടും. അപ്പോൾ ഇന്ന് വളരെ സ്വാദുള്ള നമ്മുടെ പഴയ ഒരു നാടൻ മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇതുപോലെ ചെറിയ ചേമ്പ് വെച്ചിട്ടുള്ള ഒരു മെഴുക്ക് പുരട്ടി, കണ്ണൻ ചേമ്പെന്ന് പറയും. ഇതിൻ്റെ തൊലിയെല്ലാം നന്നായിട്ട് ചിരണ്ടി കളഞ്ഞ് ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് നന്നായിട്ട് ഉലച്ച് കഴുകിയെടുത്തൊരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. ഈ ചട്ടിയിലാണ് നമ്മൾ ഈ മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നത്. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് നന്നായിട്ട് കടുക് പൊട്ടണം. ആ സമയത്ത് നമ്മൾ ചുവന്നുള്ളി നന്നായിട്ട് ചതച്ചെടുത്ത ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു അരക്കപ്പ് ചുവന്നുള്ളി ചേർത്തിട്ടുണ്ട്. ചുവന്നുള്ളി കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല സ്വാദ് ആകുന്നത്. അപ്പോൾ ചുവന്നുള്ളി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇനി ഇതിലേക്ക് അല്പം വെളുത്തുള്ളി ചതച്ചതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. അപ്പം പണ്ടൊക്കെ ചോറും പൊതിക്കകത്തൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു മെഴുക്ക് പുരട്ടിയാണ് ഈ ചേമ്പ് മെഴുക്ക് പുരട്ടി. പണ്ടൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഈ ചേമ്പും ചേനയും കാച്ചിലും ഒക്കെ ധാരാളം കൃഷി ഉണ്ടായിരുന്നല്ലോ. ഇപ്പോഴല്ലേ നമ്മുടെ നാട്ടിൽ നിന്ന് കൃഷികളൊക്കെ മാറിപ്പോയത്. അപ്പോൾ ഇത് ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ കളർ അല്പം ഒന്ന് മാറണം. ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് വഴറ്റി നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച വറ്റൽമുളകാണ് ചേർക്കുന്നത്, ചില്ലി ഫ്ലേക്സ്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് ചേർക്കാം, ചതച്ച ചുവന്ന മുളക്. അപ്പോൾ ആവശ്യത്തിനുള്ള ഒരു എരിവാകും. അപ്പോൾ മുളക് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ ചുമന്നുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരും. ആ സമയത്ത് നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റി ഇനി നമ്മൾ അരിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ചേമ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേമ്പ് ചേർത്ത്, ചേമ്പിനധികം വേവൊന്നുമില്ല. ഈ കണ്ണൻ ചേമ്പ് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ചേമ്പൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. നന്നായിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയിട്ട് നമുക്കിത് മൂടി വെച്ചൊന്ന് വേവിക്കണം. അല്പം വെള്ളം വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി. മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്ക് മൂടി തുറന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചേമ്പ് ഒരു 3/4 ഭാഗത്തോളം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ ഒന്ന് ഇളക്കി നമുക്ക് അല്പസമയം കൂടെ ഒന്നുകൂടെ ഒന്ന് മൂടി വയ്ക്കാം. ഇപ്പോൾ ഒരു പാതി വേവ് ആയിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ഒന്ന് വെള്ളമെല്ലാം തോർന്ന് ഒന്നുകൂടെ ഒന്ന് ഉലർന്ന് വരണം. അല്പസമയം കൂടെ നമുക്ക് മൂടി വെച്ചിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ അല്പസമയം കൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട്. അപ്പം മൂടി തുറന്ന് നന്നായിട്ട് നമ്മുടെ ചേമ്പൊക്കെ ഒന്ന് ഉലർന്ന് വന്നിട്ടുണ്ട്. ഇനിയും ഉലർത്തണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചാൽ മതി. നമുക്ക് ഉലർത്തിയെടുക്കാം. അപ്പം നമ്മുടെ ഒരു പയറ് തോരനും പിന്നെ നമ്മുടെ ചെറിയ ചേമ്പ് മെഴുക്ക് പുരട്ടി, വളരെ സിമ്പിളായിട്ടുള്ള ഒരു ലഞ്ചാണ്. ഇതുപോലെ സിമ്പിൾ ലഞ്ച് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ഞാനും മോളും മാത്രമേ ഉള്ളത് കൊണ്ട് ആണ് 2 പ്ലേറ്റിലെടുത്തിരിക്കുന്നത്. ഒരല്പം അച്ചാറും കാച്ചിയ മോരും പിന്നെ ഒരു കുഞ്ഞു കഷ്ണം അയല വറുത്തതും. അപ്പം ഇങ്ങനെ സിമ്പിൾ ലഞ്ച് ഇഷ്ടമാണെങ്കിൽ ഒന്ന് പറയണേ. താങ്ക് യു.